എൻ്റെ പേര് അങ്കു. ഞാൻ കൊല്ലം ജില്ലയിൽ മൈനകപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് ഞങ്ങളുടെ പ്രയാസങ്ങൾ പറയാനും ഞങ്ങളുടെ സന്തോഷങ്ങൾ പറയാനും അവസരം ഉണ്ടാക്കി തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും നൂറാനുകൂടി നന്ദി അറിയിക്കുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അജിത് കുമാർ. ഞങ്ങൾ 2025 ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ജപ്തി ഭീഷണി കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ 2 കൊച്ചു കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരമ്മയും ആ അമ്മയുമായിട്ട് ഞങ്ങൾ റോഡിലിറങ്ങേണ്ട ഒരവസ്ഥ വന്നു. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു ചിന്തയായിട്ട് ഞങ്ങൾ കഴിയുമായിരുന്നു. ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോയതിന് ശേഷം ഫെബ്രുവരി മാസത്തിൽ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ജപ്തി നടപടിക്ക് വേണ്ടിയിട്ട് നോട്ടീസ് അടിക്കുകയും അതുപോലെ തന്നെ കോടതിയിൽ നിന്ന് വന്ന് ഞങ്ങൾ മാർച്ച് 17-ാം തീയതി ഞങ്ങൾ ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നമുക്കിനി വേറെ വഴികളൊന്നുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കങ്ങ് ആത്മഹത്യ ചെയ്യാമെന്ന് ചേട്ടൻ പറഞ്ഞു. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളുമായിട്ട് എവിടെ പോവും? ഇത്രയും വയ്യാത്ത ഒരമ്മയാണ്, ആരും ഞങ്ങൾ കയറ്റത്തില്ല, വാടകയ്ക്ക് പോലും ഒരു വീട് തരത്തില്ല, മലമൂത്ര വിസർജനം എല്ലാം പെരയ്ക്കകത്ത് തന്നെ. ആ അവസ്ഥയിൽ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അച്ഛനെ പോയി കാണാം. അങ്ങനെ ഞങ്ങൾ കോടതിയിലെ പേപ്പറും ജപ്തി വന്ന പേപ്പറുമായിട്ട് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ ഞങ്ങൾക്കൊരു കാശുരൂപം തന്ന് അത് കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും. ജോസഫ് അച്ഛൻ ഞങ്ങൾക്ക് കാശുരൂപം തരികയും അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി സ്ഥാപിക്കുകയും ചെയ്ത് എല്ലാ ദിവസവും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം അമ്മയുടെ രൂപത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഞാനൊരു ഫോട്ടോ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ 17 എന്നൊരു അക്കം കാണുകയുണ്ടായി. ഞാനത് എൻ്റെ ചേട്ടനോടും പറഞ്ഞ് മക്കളോടും പറഞ്ഞു, മക്കളെ ഞാൻ ഇതുപോലെ ഒരു 17 എന്നൊരു അക്കം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് തോന്നലായിരിക്കും, അമ്മയുടെ തോന്നലല്ലാതെ 17 എന്തുവാ. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ആദ്യം ഞങ്ങളെടുത്ത് ജപ്തി നടപടികൾ മാർച്ച് 13-ാം തീയതിയാണെന്ന് വന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഒപ്പ് ഇടിയിച്ച് ഞങ്ങൾ ഇറങ്ങി കൊടുക്കാമെന്ന്. അപ്പോൾ അച്ഛൻ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇറങ്ങേണ്ടി വരത്തില്ല, അച്ഛൻ തന്ന കാശുരൂപം നമ്മുടെ കയ്യിലുണ്ട്, മാതാവ് നമ്മുടെ വീട്ടിലുണ്ട്, നമ്മളെ മാതാവ് രക്ഷിക്കും, ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങേണ്ടി വരത്തില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, നമുക്ക് ആരും സഹായിക്കാനില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, എൻ്റെ വീട്ടിലും ആരും സഹായിക്കാനില്ല. പിന്നെ ചേട്ടൻ്റെ ഒരു സിസ്റ്ററുണ്ട്, ആൾ ചേട്ടൻ്റെ അനിയന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ സഹായിച്ചുകൊണ്ട് അയാൾക്കും ഒരു മാർഗ്ഗവും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ജപ്തി നടപടിയാണെന്ന് പിന്നെ ഞാൻ ചേട്ടൻ്റെ പെങ്ങളെ വിളിച്ച് പറഞ്ഞു ഞങ്ങളിതുപോലെ ജപ്തിയാണ്, ഞങ്ങൾ 17-ാം തീയതിയാണ് ജപ്തി, ഇനി അടുത്ത നടപടികൾ, ഞങ്ങൾ ഇറങ്ങത്തില്ല, ഇറങ്ങേണ്ട ഒരവസ്ഥ വന്നാൽ ഞങ്ങൾ ജീവനോട് ഈ ഭൂമി കാണത്തുമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പെങ്ങൾ പറഞ്ഞു ഇയാൾ സമാധാനപ്പെട്, ഇയാളൊന്ന് വിഷമിക്കാതിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞിട്ട് പോയി. ജപ്തിക്ക് 3 ദിവസമേ ഉള്ളൂ, അപ്പോഴും ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. 3 ദിവസിക്കുമ്പോൾ അയാൾ പറഞ്ഞിടേ നടക്കത്തില്ല, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ വിഷമിക്കണ്ട, നടക്കും, അമ്മ നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 16-ാം തീയതി രാവിലെ അയാൾ വന്നിട്ട് പറഞ്ഞു ഇയാളുടെ പ്രാർത്ഥന മാതാവ് കേട്ട്, ഇയാൾ വിഷമിക്കണ്ടാടേ, പൈസയുടെ കാര്യം എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോയി. എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പലരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു കൊണ്ടുവന്ന 16-ാം തീയതി കൊണ്ടുവന്ന ബാങ്കിൽ കൊണ്ടുവന്ന പൈസ അടച്ച് അന്ന് തന്നെ ഞങ്ങളുടെ പ്രമാണവും ഞങ്ങളുടെ കൈകളിൽ കിട്ടി. 3 ദിവസത്തിനുള്ളിൽ ഈ 9 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും എനിക്കറിയത്തില്ല. അത് അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്. അമ്മയാണ് ആ ചേട്ടൻ്റെ പെങ്ങൾ ബീന, ആ സഹോദരിയെ കൊണ്ട് ഇത്രയും പൈസ ഒപ്പിക്കാനും അതിലെല്ലാം അവൾക്ക് മനസ്സുണ്ടാക്കിയത് അമ്മ മാതാവ് തന്നെയാണ്, തിരുക്കുമാരനുമാണ്. അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവൾ അത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. ആ ആൾ ഇത്രയും രൂപ 9 ലക്ഷം രൂപയൊക്കെ ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ പ്രമാണം എടുത്ത് ഇപ്പം ഞങ്ങൾക്ക്
സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എത്രമാത്രം നന്ദി പറഞ്ഞാലും മാതാവിനോട് പറഞ്ഞാലും തീരത്തില്ല. എൻ്റെ കുട്ടികളും സന്തോഷത്തിലാണ്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ കക്ഷത്താണെങ്കിൽ ഒരു 3 വർഷമായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു. അത് ചേട്ടൻ പറയും. ഈ ഭാഗത്ത് എനിക്കൊരു മുഴയുണ്ടായിരുന്നു. അത് എൻ്റെ ഭാര്യ തന്നെ അമ്മയുടെ പ്രാർത്ഥിക്കുകയും തൈലവും പൂശി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ തന്നെ അത് നോക്കി. അപ്പോൾ ആ സ്ഥാനത്ത് ഒന്നുമില്ലാത്ത ഒരു കണ്ടു. അങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത്തരം വിശ്വാസങ്ങൾ അമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങളും ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായി. ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഞാൻ ഓട്ടോ ഓടുന്ന ഒരു ഡ്രൈവറാണ്. കുറച്ച് കാലത്തിന് മുമ്പ് ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് വണ്ടി കേടാവും, കൊണ്ടുപോയി ശരിയാക്കും, 2-3 ദിവസം ഓടും, പിന്നെയും കേടാവും, അങ്ങനെ നിരന്തരം അങ്ങ് കേടാവുന്ന ഒരവസ്ഥയുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരാൻ തുടങ്ങിയതിന് ശേഷം ഇന്നേ വരെ എൻ്റെ വണ്ടി കേടാവുകയോ ഓടാതിരുന്നിട്ടോ ഇല്ല. ഞങ്ങൾക്ക് നല്ല ജീവിതവും ഞങ്ങൾ സന്തോഷവും ദൈവം ഈ കാലയളവിൽ ഇവിടെ വരാൻ തുടങ്ങിയതിന് ശേഷം തരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ജപ്തി നടപടികൾ പലപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്യാൻ അവരെ ആരെയും അറിയിക്കാതെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. അതെൻ്റെ ഭാര്യയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ഞാൻ മരിക്കുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് മരിക്കാനുള്ള എല്ലാ ഒരു എൻ്റെ ആത്മവിശ്വാസം ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആർക്കാർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരുപാട് ദൈവത്തെ ഞാൻ വിളിക്കുകയും എൻ്റെ മാതാവിനെ ഞാൻ വിശ്വസിക്കുകയും എല്ലാ അർത്ഥത്തിലും എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ സന്തോഷമാണ്. അതിനും എൻ്റെ മാതാവിനും യേശുവിനും ഞാൻ 100,000 നന്ദി ഈ അവസരത്തിൽ ഞാൻ ചൊരിയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രവും കൊണ്ട് ഓരോ ബസ് സ്റ്റാൻഡുകളിൽ പോകും. ബസ് സ്റ്റാൻഡുകളിൽ പോയി നിന്ന് അവിടെ നിന്ന് പത്രം കൊടുക്കുകയല്ല ഞാൻ. എന്നിട്ട് എൻ്റെ വിഷമങ്ങൾ, എനിക്ക് ഇന്ന് വരെ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ അവരോട് പറയും. ഇവിടെ പറഞ്ഞത് മാത്രമല്ല, പറയാത്തതായി ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. അത് എത്രത്തോളം എനിക്ക് പറഞ്ഞ് തീർക്കാൻ പറയാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ പത്രം കൊണ്ട് കൊടുക്കും. അത് എൻ്റെ അടുത്ത് പലരും എന്നോട് പറഞ്ഞു, നീ എന്തിനാ അമ്പലത്തിൽ പോകാതെ ഈ പള്ളിയിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, മതം മാറിയതാണോ എന്നൊക്കെ എന്നെ ചോദിച്ച് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴെല്ലാം പറയും, എൻ്റെ മാതാവ് എൻ്റെ എല്ലാ വിഷമത്തിലും എൻ്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം, ഞാൻ എന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം വരെയും എൻ്റെ മാതാവിനെ ഞാൻ വിട്ടു പോവില്ല. ആ കാലം അത്രയും മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. എൻ്റെ മാതാവ് എൻ്റെയോടൊപ്പം തന്നെ ഉണ്ടാവും, എൻ്റെ കുടുംബവും. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ള ഒരാളാണ്. എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ ജോലിയൊന്നുമില്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയെ നോക്കി വീട്ടിൽ ഇരിക്കുക. കാരണം ഒരാളില്ലാതെ പറ്റത്തില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ ചേട്ടൻ മാത്രം ഓട്ടോ ഓടിച്ച് കൊണ്ടുവരുന്ന ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് 2-3 അമ്മമാർ വരാറുണ്ട്. അവർ വരുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ വരുന്നതാണ്. പക്ഷേ ഞാൻ അവരെ വിടത്തില്ല. വിളിച്ചിരുത്തി അവർക്ക് ആഹാരവും കൊടുത്ത്, ഉച്ചയ്ക്ക് ആഹാരം കൊടുത്ത് അവരെ അവിടെ ഇരുത്തി അവിടെ കിടത്തി ഉറങ്ങാൻ പറയും. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ചായയൊക്കെ ഇട്ട് കൊടുത്ത് സന്തോഷമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വിടത്തുള്ളൂ. അത് ഈ മെൻ്റലി ഡിപ്രഷനുള്ള 2-3 അമ്മമാരാണ്. നമുക്കും ഉണ്ടാകാൻ നാളെ നമ്മുടെ മക്കളെല്ലാം ഇട്ടിട്ട് പോകുമ്പം നമുക്ക് ആരുമില്ല, അവർ നമ്മളെ നോക്കത്തില്ല എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് വരാം. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനെ പിടിച്ചെടുത്ത് ആണെന്നും പറഞ്ഞ് എപ്പോഴും എന്നെ വഴക്ക് പറയായിരുന്നു. അല്ല, അതുകൊണ്ട് അതുപോലുള്ള അമ്മമാരുണ്ട്. ആ അമ്മമാരെ ഞാൻ സ്നേഹത്തെ വിളിച്ചടുത്തിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, വിഷമിക്കണ്ട അങ്ങനെ പറഞ്ഞു കൊടുത്ത് സ്നേഹത്തെയാണ് ഞാൻ അവരെ പറഞ്ഞു വിടുന്നത്. ആഹാരം മാത്രമല്ല, സ്നേഹവും പറഞ്ഞു കൊടുത്താണ് ഞാൻ അവരെ വിടുന്നത്. അതുപോലെ ആരെ കണ്ടാലും ഞാൻ അമ്മ എനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ പറയും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് തിരുകുമാരനും കോടാനുകൂടി നന്ദി അറിയിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 41, 42, 43 തിരുവചനങ്ങൾ. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ധനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഈശോ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. ഈശോ നമ്മുടെ ഓരോ ഉത്തരങ്ങളും ശരിയും തെറ്റും, തെറ്റ് തന്നെ തന്നെയായാലും ഈശോ അതെല്ലാം ശരിവെക്കുന്ന ഒരു കണക്കുകൂട്ടലാണ് ഈശോയ്ക്കുള്ളത്. 100 ആടുകളുള്ളപ്പോൾ ഒരു ആട് നഷ്ടപ്പെട്ടപ്പോൾ 99 വിട്ടുകൊണ്ടാണ് എന്നെ അന്വേഷിച്ച് ഈശോ ഇറങ്ങുന്നതെന്നെല്ലാം, ഈശോയുടെ സ്നേഹം അളന്നെടുക്കാൻ പറ്റാത്തതാണ്, കണക്ക് കൂട്ടാൻ പറ്റാത്തതാണെന്നെല്ലാം നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ അങ്കു എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടൊപ്പം വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറഞ്ഞത് ഈശോ അവരെ തിരിച്ചു പിടിച്ച, പരിശുദ്ധ അമ്മ അവരെ ചേർത്ത് പിടിച്ച അനുഭവത്തിന് നന്ദി പറയാനാണ്. കടം മൂലം 9 ലക്ഷം രൂപ കടം മൂലം അവർ കുടുംബത്തോടൊപ്പം ആത്മഹത്യയിൽ അവസാനിക്കാം എന്നൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ അവരെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന് സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുകയും സ്നേഹിക്കാൻ സ്നേഹം കൊണ്ട് അവരെ പൊതിഞ്ഞ് അവരുടെ വീട് തിരികെ നൽകുകയും അവരുടെ സാമ്പത്തികമായ നില ഉയർത്തുകയും ചെയ്തതെന്നാണ് അങ്കു ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എത്ര തന്നെ വലുതായാലും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഉടമ്പടി ക്ലാസ്സുകളിൽ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങൾ നിങ്ങൾ നിയോഗത്തിൽ എഴുതണം. ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് തലവേദന, കണ്ണുവേദന, മൂക്കുവേദന, മുട്ടുവേദന, ഇതൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യം തന്നെയില്ല. കാരണം നമുക്ക് നേർച്ച വസ്തുക്കൾ നമ്മുടെ ആൻറ്റിബയോട്ടിക് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പക്ഷേ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിയുമ്പോൾ പരിശുദ്ധാമ്മ ഇടപെടുന്ന ഒരു വലിയ അവസ്ഥ നാം ഇപ്പോൾ കാണുകയാണ്. എത്ര തന്നെ ജീവിതഭാരം വലുതാണെങ്കിലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈശോയോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ വീഞ്ഞ് മധുരവും നിറവുമുള്ള ഒരു വീഞ്ഞ് ഈശോ വെള്ളം വീഞ്ഞാക്കി കൊടുത്ത്, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വളരെ രുചിയും നിറവും കുഞ്ഞുങ്ങൾക്ക് സന്തോഷവും 9 ലക്ഷം രൂപ 3 ദിവസം കൊണ്ടാണ് എവിടെ നിന്നൊക്കെയോ അവരുടെ സഹോദരി തന്നെ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ഈശോയെ വീണ്ടും സ്നേഹിക്കാൻ, അവർക്ക് പറഞ്ഞു നിൽക്കാൻ, ലോകത്തിൻ്റെ രക്ഷകൻ ദുരന്തമുണ്ടാകുമ്പോൾ രക്ഷിക്കുന്നത് ഈശോ മാത്രമാണെന്ന് വളരെ ശക്തമായി പറയാൻ ഇന്ന് അങ്കുവിനും കുടുംബത്തിനും സാധിക്കുന്നത് അവർക്ക് ഒരു വലിയ പിടി അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ ആശീർവദിച്ചു കൊടുത്ത ആ കാശുരൂപം വീട്ടിൽ സ്ഥാപിച്ചപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ട് എന്നാണ്. അവരുടെ ഛായാചിത്രത്തിൽ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയിൽ 17 എന്ന അക്കം വന്നപ്പോൾ അങ്കുവിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു, അമ്മ പ്രവർത്തിക്കാൻ പോകുന്നു, ഈശോ അവർക്ക് വീട് നൽകും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു അസ്വസ്ഥത, കക്ഷത്തിലൊരു കുരു ഉണ്ടായപ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് സൗഖ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഓട്ടോ എപ്പോഴും കേടാകുന്ന ഒരവസ്ഥ, അതിൽ നിന്നെല്ലാം അവർക്ക് വളരെ വിടുതൽ നൽകിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലെ വസ്തുക്കളായാലും ചെടികളായാലും മരങ്ങളായാലും ഫലങ്ങളായാലും ഈശോ തന്നെ അനുഗ്രഹിച്ച് നമുക്കെപ്പോഴും മന്ന ലഭിക്കുന്ന ഒരു അനുഭവമാണ് ഇന്ന് ഓരോ കുടുംബത്തിനും ഉണ്ടാകുന്നത്. അങ്കുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ജപ്തിയിൽ കടക്കണിയിൽപ്പെട്ട് നീന്തി തുഴയുന്ന എല്ലാ മക്കളെയും, കടം ഇന്നൊരു വലിയ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരവസ്ഥയാണ്. എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവർക്കെല്ലാം കടത്തിൽ നിന്ന് ഒരു പക്ഷേ ഗവൺമെൻറ്റോ ബാങ്കോ എഴുതിത്തള്ളുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിന് വേണ്ടി നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കട്ടെ. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.